ഇത്തവണത്തെ ഓണാവധിക്ക് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. 29-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. അപ്പോൾ കുറേ ദിവസം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓണത്തിന് ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ അമ്മ രാവിലെ കളം മെഴുകി തന്നിട്ട് അമ്മയുടെ ഭാഗത്തിന് പാത്രമൊക്കെ എറിഞ്ഞിട്ട് പോവും. പിന്നെ ഞങ്ങളാണ് പൂക്കളൊക്കെ പറിച്ച് പൂക്കളൊക്കെ സെറ്റാക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടല്ല വൈകുന്നേരം മേലെഴുകി ഞാൻ അമ്മയുടെ മാക്സി എടുത്തിട്ട് കേട്ടോ. പകലിടാൻ അമ്മ സമ്മതിക്കില്ല, ആൾക്കാർ കാണുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. പണ്ടേ അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഞാൻ അമ്മയുടെ മാക്സി ഇടുന്നത്. നമ്മുടെ പ്രായത്തിന് പറ്റുന്ന ഉടുപ്പിടുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടം. പക്ഷേ എനിക്കെന്തോ നല്ല ഇഷ്ടം കേട്ടോ അമ്മയുടെ ഡ്രസ്സ് ഇടാൻ. അപ്പോൾ ഞാൻ വൈകുന്നേരം മേലേക്ക് അമ്മയുടെ ഡ്രസ്സ് എടുത്തിടുക. അപ്പോൾ അത് ഇട്ടിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ പറയില്ല, നേരെ വെളിച്ചായി വെയിൽ വന്ന അപ്പം അമ്മ പറയും മര്യാദയ്ക്ക് പോയി ആ ഡ്രസ്സ് മാറി വൃത്തിയില്ല എന്തെങ്കിലും എടുത്തിട്ടോ എന്ന് പറയും. അപ്പം അമ്മ ഇടുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ഇടുമ്പോൾ എന്തിനും അമ്മേനെ ചീത്തണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ അങ്ങനെ കുറച്ചിടയ്ക്ക് ഇരുന്ന് മുറത്തിരുന്ന് അപ്പം അമ്മ വന്നിട്ട് അപ്പം അമ്മ പറഞ്ഞു അമ്മയുടെ തല നോക്കി കൊടുക്കും. ഒരു കുന്ത അമ്മയുടെ തലയിൽ ഉണ്ടാവില്ല. 4 എന്നോട് പറയും തലയിൽ നോക്കി തരുമോ, തലയിൽ നോക്കി തരുമോ. പിന്നെ വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് 4-5 നുള്ളൊക്കെ നുള്ളി. പിന്നെ എനിക്ക് മുടി ഒപ്പമല്ലാന്ന് തോന്നിയാൽ ഞാൻ അമ്മ അറിയാതെ തന്നെ എടുത്ത് കത്തിരിയൊക്കെ എടുത്ത് മുറിച്ച് കൊടുക്കും. എന്നിട്ട് എന്നെ ചീത്തൊക്കെ പറയലുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ അത് ഏട്ടത്തിമ്മ ഫോണായിട്ട് വരുന്നുണ്ട്. ഈ നേരമാകുമ്പോഴാണ് ഏട്ടൻ വിളിക്കുക. അപ്പോൾ ഏട്ടൻ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കോൾ ചെയ്ത് എല്ലാവരും വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരിക്കും.